ഞാൻ ഗൾഫിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് ധ്യാനം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു അച്ഛൻ എൻ്റെ വീട് വരെ ഒന്ന് വരണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാമല്ലോ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. അവിടെയും ഇതുപോലെ തന്നെ വലിയ ആൾക്കാർ വിചാരിച്ചെന്ന് വെച്ചാൽ വലിയ വീട് പണിതാൽ എന്തോ വലിയ ആളാവും എന്നുള്ള രീതിയിലാണ്. വലിയൊരു വില്ല, അതൊക്കെ ഗൾഫിലൊക്കെ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര സാമ്പത്തികമായിട്ട് നമ്മൾ കിട്ടണം. അങ്ങനെ ആ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആൾ വരി വെച്ചതുകൊണ്ട് എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി. മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ മുറി കിടന്നപ്പോൾ ആൾ വാതിലടിച്ച് കുറ്റിയിടുന്നു. ഞാൻ എന്താ ചേട്ടാ വാതിലടിച്ച് കുറ്റിയിടുന്നു, എന്താ സംഭവം? അപ്പോൾ ആൾ പറഞ്ഞു പേഴ്സണലായിട്ട് സംസാരിക്കരുത്. ആയിക്കോട്ടെ, അതിന് വാതിലടച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. ശരി, എന്നാ കാര്യം എനിക്ക് കാര്യം പറയാം, എന്താ കാര്യം? അപ്പോൾ ആളെന്നെ കുറേ നേരം നോക്കിയിരുന്നു. ചേട്ടാ കാര്യം പറയാം, എന്താ സംഭവം? എന്നൊരു മുറിയിലിട്ട് വാതിലടച്ചിട്ട് പേഴ്സണലായിട്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം പറയാം എന്താന്ന്? അപ്പോൾ ആളെന്നോടൊരു കാര്യം പറയുന്നു. ഞാനെന്തിനാ ജീവിക്കണം അച്ഛോ? ഞാൻ എന്തെന്ന്? ഞാനെന്തിനാ ജീവിക്കണേ? താനെന്തിനാ ജീവിക്കണമെന്ന്? താനെന്താ ജീവിക്കുന്നത് എന്നോട് ചോദിക്കണേ? ഞാനെന്തിനാ ജീവിക്കുന്നത് ചോദിക്കുക. അപ്പം ഞാനെന്തിനാ ജീവിക്കുന്നത് തന്നോട് പറയാം. താനെന്തിനാ ജീവിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെ താനെങ്ങനെ ജീവിക്കുന്നത് ഞാനെങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഒരാൾക്ക് അറിയാൻ തുടങ്ങി. ഞാൻ ചേട്ടാ കാര്യം പറഞ്ഞത് എന്തെങ്കിലും അറിയണേ? അല്ല ഞാനെന്തിനാ ജീവിക്കണേ? എനിക്കറിയില്ലാത്ത നീ എന്തിനാ എൻ്റെ അറിയാത്ത ചോദ്യം ചോദിക്കണേ? വല്ല കിട്ടണ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു. അല്ല ഞാനെന്തിനാ ജീവിക്കണം? എനിക്കറിയില്ല താനെന്തിനാ ജീവിക്കുന്നത്, കാര്യം എന്താണ്? കണ്ടു, എൻ്റെ 2 കിഡ്നി പോയി വെച്ചു. അത് ശരി. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, ചേട്ടാ 2 കിഡ്നി പോയപ്പോഴാണ് ചേട്ടാ ആലോചിക്കണത് ഞാൻ എന്തിനാണ് ജീവിക്കണമെന്ന്, അല്ലേ? ചേട്ടാ കോളേജിൽ പഠിക്കണ കാലത്ത് ചേട്ടൻ ഇത് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല ചോ. കല്യാണം കഴിക്കാനായിട്ട് താലി കയ്യിലെടുത്തപ്പോൾ ഞാൻ എന്തിനാ കെട്ടണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടി ഉണ്ടായപ്പോൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാ ജീവിക്കേണ്ടതെന്ന്? ഇല്ല. ഈ കച്ചവടമൊക്കെ നടത്തി സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ചേട്ടാ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാ ജീവിക്കേണ്ടതെന്ന്? ഇല്ല. എപ്പോഴാണ് ചേട്ടാ ആലോചിച്ച്? ചേട്ടൻ്റെ 2 കിഡ്നി പോയപ്പോൾ. അതുവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇപ്പോൾ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം ഇപ്പം എന്നോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് അയാൾ ഷെയർ ചെയ്തെന്നറിയോ, 30 വർഷമായി അയച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ട്. എൻ്റെ 2 കിഡ്നി പോയി. ഇപ്പം എൻ്റെ ഭാര്യ എന്നോട് മിണ്ടണില്ല, ഒരക്ഷരം മിണ്ടണില്ല. എനിക്ക് പെട്ടെന്ന് ചോദിക്കാമെന്ന് ഏതക്ഷരമാണെന്ന് സാധാരണ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ചോദിച്ചില്ല, വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. 30 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ കിഡ്നി പോയപ്പോൾ ഇവരോടൊരു താല്പര്യമില്ലേ? അപ്പോഴേ ആൾക്ക് മനസ്സിലാവണത് ഞാൻ എന്തിനാ ജീവിക്കണമെന്ന്. എന്നിട്ട് ആൾ പറഞ്ഞു, അച്ചോ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചത്. അവൾ എന്ത് ചോദിച്ചാലും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ